ശരി, ഓക്കെ. ആ, രണ്ടുപേരും ഉണ്ടല്ലോ. അഞ്ജുവിനെ തിരക്കി വരായിരുന്നു ഞാൻ. ടീച്ചർ? പിന്നെ നമ്മുടെ പരിസ്ഥിതി പ്രോജക്റ്റ് അപ്രൂവലായി. ആണോ? ഇനി ബാലകൃഷ്ണൻ സാറിനോട് ഒന്ന് സംസാരിക്കണം. അപ്പോഴേ ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ പറ്റൂ. ബാലകൃഷ്ണൻ സാറ്. 1 സെക്കൻഡ്. പിന്നെ പരിസ്ഥിതി ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? 12 പേരുണ്ട്. എല്ലാവരെയും ടീമിൽ ഉൾപ്പെടുത്തണോ? ഏയ്, വേണമെന്നില്ല. ആർക്കൊക്കെയാണോ വരാൻ താല്പര്യം അവരെ മാത്രം കൊണ്ടുപോയാൽ മതി. പിന്നെ പ്രോജക്റ്റ് പൂർത്തിയാവുമ്പോൾ വിശദമായ ഒരു റിപ്പോർട്ട് കപ്പാസിറ്റി ഡെവലപ്മെന്റ് യൂണിറ്റിന് കൊടുക്കണം. NRHM, കുടുംബശ്രീ, അങ്ങനെ ആരെങ്കിലുമൊക്കെ അവിടെ കാണുമല്ലോ. അവരുമായി കോഓപ്പറേറ്റ് ചെയ്ത് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യും? എന്റെ മനസ്സിലൊരു സ്ഥലമുണ്ട്. എവിടെ? ഞവരൂർ കടവ്. നമുക്ക് ഞവരൂർ കടവും പരിസരവും പ്രോജക്ട് ഡീറ്റെയിലുമായി ബന്ധിപ്പിക്കാം. അവിടെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളുണ്ട്, കാശി. ജൈവ കർഷകനാ. പ്രകൃതിയാണ് അയാളുടെ ദൈവം. പ്രാദേശികമായൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ സ്റ്റുഡൻസിനും അതൊരു സഹായമാവും. ഇമ്പോർട്ടൻസ് എന്തിനാ സർ? വെള്ളത്തിന്റെ pH മൂല്യമാണ് പ്രധാനം. അവിടെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുമാത്രം മതിയോ എന്ന് ചോദിച്ചാൽ പോരാ എന്നേ എനിക്ക് പറയാൻ പറ്റും. അതെന്താ സർ? പ്രോജക്റ്റിൽ അത് മാത്രമല്ലേ ഉള്ളൂ? അതെ, ജൈവ കൃഷി രീതി, ജലവിധാനത്തിന്റെ അളവ്, ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അൺപൈപ്ഡ് വാട്ടർ സപ്ലൈസ്, അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാ. കടവിലുള്ളവർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തണ്ടേ? നമ്മളെക്കാൾ ബോധമുള്ള ഒരാളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഒരാളില്ലേ, കാശി. സാമൂഹിക പ്രവർത്തകനായ കീഴൂർ സുരേന്ദ്രന്റെ മകൻ. കാശി, കാശി, എവിടെ പോയിരുന്നു നീ? സ്കൂളിൽ പോകാൻ സമയമായി, പെട്ടെന്ന് പോകങ്ങോട്ട്. വാ. നീ കളിച്ചിടന്നോണ്ടല്ലേ നേരം പോയത്. എനിക്ക് വന്നിട്ട് 100 കൂട്ടം പണിയുണ്ട്. വേഗം നടക്ക്. അച്ഛൻ എന്നാ വീട്ടിലേക്ക് വരുന്നത്? അച്ഛൻ വീട്ടിൽ വന്നാൽ ഈ കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞ് ശരിയാക്കും? മോനതൊന്നും ഇപ്പം മനസ്സിലാവില്ല. മോൻ വലിയ ആളാകുമ്പോൾ മനസ്സിലാവും. അച്ഛൻ ഇതൊക്കെ ശരിയാക്കിയിട്ട് വരാം കേട്ടോ. മോൻ ഇപ്പം സ്കൂളിൽ പോയിക്കോ. ടാറ്റാ.
കറി ഇങ്ങ് എത്തിയില്ല. ദാ കൊണ്ടുവരുന്നു. നീ കഴിച്ചോ? ആ നമുക്ക് ഒന്നിച്ച് കഴിക്കാം. ആ? ആരായി നേരത്ത്? എന്താടാ നിന്നെ മുതലാളി അന്വേഷിക്കുന്നു. ഈ രാത്രി എന്താ കാര്യം? അതൊന്നും ഞങ്ങൾക്കറിയില്ല. നീ വാ വാടാ. നീ കൊച്ചിന് കഞ്ഞി കൊടുക്കും, ഞാനിപ്പോ വരാം. പേടിക്കണ്ടടി, ഞാനിപ്പോ ഇങ്ങ് വരും. ആ അമ്മേ അമ്മേ അച്ഛൻ ഇതുവരെ വന്നില്ല. വന്നില്ലേ? ഇല്ല. മോൻ ഇവിടെ നിക്ക്, അമ്മ പോയി നോക്കിട്ട് വരാം. ആ